കൂടുതൽ വ്യക്തിബന്ധങ്ങൾ നമ്മൾ അരിപ്പാട് മുതൽ അങ്ങോട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വ്യക്തിപരമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം സ്വാധീനിക്കും, പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഉറപ്പ്. ആ, തീർച്ചയായിട്ടും. നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണയും നമ്മൾ വിജയിക്കത്തില്ലായിരുന്നു. കാര്യം എപ്പോഴും അത് നെഗറ്റീവായിട്ടേ വരാറുള്ളൂ. അത് പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് പല അനുഭവങ്ങൾ. അതായത് 2006 മത്സരിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരാജയപ്പെടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജയിക്കുക. അപ്പോൾ അതൊരു സന്തോഷമല്ലേ കുറച്ച്. അതെ, അത് ഞാൻ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക, ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് ഗൗരിയമ്മ. ഗൗരിയമ്മയെ നമ്മൾ പരാജയപ്പെടുത്തിയെന്ന് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മത്സരിച്ച് വിജയിച്ചു എന്നേ പറയുന്നുള്ളൂ. ഉറപ്പായിട്ടും. ആഷ്മി, ഇപ്പോൾ ഇടുക്കിയിൽ സ്ട്രോങ് റൂം തുറക്കുന്നു പറയുന്നത്. പല്ല് വെച്ചിട്ട് വരണ്ടേ. നിതീഷ് പറയണ്ട SK കിടൽ ലുക്കിലാണല്ലോ. അപ്പൊ നമ്മളൊന്നും ലുക്കിലല്ലേ? അത് വളരെ മോശമായി. വിജയകുമാർ എല്ലാം ആപേക്ഷികമല്ലേ. അപ്പൊ നമുക്കൊരു സ്ട്രോങ് റൂം തുറന്ന് കാര്യത്തിലേക്ക് ഒന്ന് പോയാലോ? അശ്വിൻ ബാലാടി അവിടെ നിർത്തിയിരുന്നു. അശ്വിൻ ബാലാടി അവിടെ നിൽക്കട്ടെ, ചാലക്കുടിയിലല്ലേ, പുഴയിൽ നിന്ന് മാറി നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ഇടുക്കിയിലേക്ക് സ്ട്രോങ് റൂം. ഒട്ടുമിക്ക എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും കാഴ്ച, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ തുറന്നു കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണം അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം ഇന്ന് ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക. ഞാൻ ഭൂരിപക്ഷത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഭൂരിപക്ഷം ഞാനല്ല പറയേണ്ടത്. അത് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ആദ്യ അവസാനം അതൊക്കെ ഏതായാലും തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ ആദ്യ അവസാനം ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങളൊരു ഉച്ച അല്ലെങ്കിൽ ഒരു 3 മണി വരെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. പ്രകാശായിരുന്നു നമ്മോട് സംസാരിച്ച്. അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും ആറ്റിങ്ങൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. വിജയകുമാർ, ആഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല വീടുകളിലും ആളുകൾ TV സ്ക്രീനിന്റെ മുന്നിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞു. 24 ഒക്കെ കാണുന്ന പല പ്രേക്ഷകരും അറിയിക്കുന്ന മിക്കവാറും ഇവിടെ അടി നടക്കുന്നു. കാര്യം എന്താ പറയുക, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ പണിയാവും. അടുക്കള ശോകമുഖമാണ്, അടുക്കള ശൂന്യമാണ്. ചേട്ടന്മാർ ഫ്രണ്ട് വന്ന് സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോഴേ പിറകെ ചായയും ഭക്ഷണമൊക്കെ വരുമെന്ന് വിചാരിച്ചു. നല്ല ബെണ്ണൊക്കെ കിട്ടുമല്ലോ. ഇന്ന് അത് മതിയെന്ന്. ഇന്ന് നമ്മളിപ്പോ കഴിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. കാര്യം 5 കൊല്ലം ആര് ഭരിക്കുമെന്ന് അറിഞ്ഞിട്ടല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.